അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണ കേസ് അന്വേഷണത്തിൽ പ്രതിസന്ധി. പോലീസിനോട് സൈന്യം സഹകരിക്കുന്നില്ല. ആവശ്യപ്പെട്ടിട്ടും CCTV ദൃശ്യങ്ങൾ പോലും നൽകിയില്ല. ക്യാമ്പിലെ പരിശോധനകൾ സൈന്യം നൽകുന്ന നിർദ്ദേശപ്രകാരം മാത്രമാണ് നടക്കുന്നത്. വിരലടയാള പരിശോധന കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനായിട്ടില്ല. നിലവിലെ അന്വേഷണ സംഘത്തിന്റെ പരിമിതി കാരണം ACP നേരിട്ട് അന്വേഷിക്കാനാണ് തീരുമാനം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഓഫീസ് ക്ലബിൽ നിന്ന് 2 ആനക്കൊമ്പുകൾ മോഷണം പോയത് ഞെട്ടിക്കുന്ന സംഭവമാണ്. ഏറ്റവും സുരക്ഷയുള്ള ഒരു മേഖലയിൽ നിന്നാണ് ആനക്കൊമ്പുകൾ മോഷണം പോയത്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ സൈനിക ക്യാമ്പിൽ നിന്ന് വലിയ സഹകരണം കിട്ടുന്നില്ലെന്ന് അറിഞ്ഞു. CCTV ഒക്കെ കിട്ടിയ കൈയോടെ കള്ളനെ പൊക്കിക്കൂടെ? ഈ ഓഫീസ് ക്ലബിലാണെങ്കിൽ CCTV ഇല്ലതാനും, അതിന്റെ പുറത്തൊക്കെയാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സൈന്യം അന്വേഷണത്തോട് സഹകരിക്കാത്തതിന്റെ കാരണം, ഹരി? അരുൺ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംവിധാനമുണ്ട്. അതായത് മിലിറ്ററി പോലീസ് ഉണ്ട്, മിലിറ്ററി ഇന്റലിജൻസ് സംവിധാനമുണ്ട്. ഇതൊക്കെ വെച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൈന്യത്തിന്റെ ഒരു പോലീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സൈന്യം പറഞ്ഞതായി അറിയാൻ കഴിയുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, പക്ഷെ പോലീസിന് ഏതൊക്കെ നിലയ്ക്ക് അകത്തേക്ക് കയറാൻ കഴിയുമെന്ന് ഞങ്ങൾ പറയും, അതനുസരിച്ച് കയറിയാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. പൂജപ്പുര പോലീസിനെ സംബന്ധിച്ച് ലോക്കൽ പോലീസാണ് അതിന്റെ SHO ആയിരുന്നു അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സൈന്യത്തിന് അവരെ അധികം അകത്തേക്ക് കയറ്റിവിടുകയോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യലിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുകയോ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് 2 കോടിയോളം രൂപ വരുന്ന 2 ആനക്കൊമ്പുകൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് മോഷണം പോയത്. അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച മോഷണം പോയ ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടി ഇത്ര ദിവസമായിട്ടും അതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ ആ CCTV ദൃശ്യങ്ങൾ നൽകാൻ ഇതേവരെ സൈന്യം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഓഫീസേഴ്സ് ക്ലബിലെ CCTV മാറ്റി നിർത്താം. കാരണം അവിടെ CCTV ഇല്ല. അവിടെ CCTV ഇല്ലാത്തതിന്റെ പ്രശ്നത്തിനപ്പുറത്തേക്ക് കവാടത്തിലുണ്ട്, അതിനകത്ത് പല സ്ഥലങ്ങളിലായി CCTVകളുണ്ട്. ഈ ഓഫീസേഴ്സ് ക്ലബിന്റെ പരിസരത്തുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ. അപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ കൈമാറാൻ സൈന്യം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ പോലീസിന് കടന്നു കയറിക്കൊണ്ട് ആ CCTV ദൃശ്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ അധികാരമുണ്ട്. പക്ഷേ ഇവിടെ പോലീസിന് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ SHO അടങ്ങുന്ന ഒരു സംഘത്തിന് നിലവിൽ അതിനകത്ത് പരിമിതികൾ ഉള്ളതിനാൽ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഏർപ്പെടുത്തിയിരിക്കുന്ന കന്റോൺമെന്റ് ACP ആണ്. ഇനി അദ്ദേഹം നേരിട്ട് സംസാരിച്ച് എന്തെങ്കിലും സ്ഥിതിയിൽ മാറ്റം വരുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും വിരലടയാളമൊക്കെ എടുക്കാൻ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. ആ വിരലടയാളം പരിശോധിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഏകദേശം 20ഓളം പേരുടെ വിരലടയാളം പരിശോധിച്ചു. DJ പാർട്ടിക്ക് വന്നിട്ടുള്ള കുറച്ച് ആളുകളുടെ വിരലടയാളം പരിശോധിച്ചു. ഇതിനകത്ത് മെസ് ജീവനക്കാരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവരുടേത് പരിശോധിച്ചു. അതൊന്നും തന്നെ ഒത്തുപോകുന്നില്ല. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകൾ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനി എപ്പോൾ കൊടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. താങ്ക് യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആനക്കൊമ്പ് മോഷണം പോയത് ഞെട്ടിക്കുന്ന സംഭവമായി പോയിട്ടു. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്ന് നമ്മൾ കരുതിയ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഓഫീസ് ക്ലബിൽ നിന്ന് 2 കോടി രൂപ വില വരുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. അത് നല്ല ഒത്ത 2 ആനക്കൊമ്പുകളെ അതെടുത്തുകൊണ്ട് പോയിട്ടും ആരും കണ്ടില്ല എന്നുള്ളതാണ്. ആ മിലിറ്ററി ഇന്റലിജൻസും മിലിറ്ററി പോലീസും ഒക്കെ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സൈന്യം പറയുന്നതെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി. പക്ഷേ കണ്ടെത്തണം.